ബഹുമാനപ്പെട്ട മനോജ് സാറിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ. മനോജ് സാറ് പ്ലീസ് സാർ. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു ഷാജി സാർ. ഗുഡ് ഈവനിങ് ലീഡേഴ്സ്. വളരെ വിലപ്പെട്ട റിസൾട്ടുകളാണ് എല്ലാവരും ഹൃദയത്തിൽ നിന്ന് ഇവിടെ സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ അല്ലേ? ശാസ്ത്രലോകം എഴുത്തള്ളിയ പലരും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീബാറ്റോറിയം പ്രൊഡക്റ്റിന് സാധിച്ചു. സാഗർ സാറിന് വലിയൊരു നന്ദി, നമസ്കാരം, ബിഗ് കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം തന്നെ ഇത് ഏറ്റെടുക്കുകയും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും രാപകലില്ലാതെ ഓടുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദിയും കടപ്പാടും ബഹുമാനവും സ്നേഹവും ആദരവും എങ്ങനെ അർപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ഇത് നെഞ്ചിലേറ്റിയ ഇല്ലേ നമ്മുടെ ഉസ്മാൻ സാർ ഇപ്പൊ അത് തലയിലേറ്റി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോ അതാണ് ഈ നെഞ്ചിലേറ്റി എടുക്കുന്ന ചിലർ പിടിച്ചു കൊണ്ടുപോയപ്പോഴും തിരിച്ച് വീണ്ടും ഇത് തലയിലേറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പവർ ഓഫ് ഈ ബയോട്ടോറി. അതാണ് ഈ ബയോട്ടോറിന്റെ പ്രൊഡക്റ്റിന്റെ മഹിമ എന്ന് പറയുന്നത്. ഇത് സാക്ഷാൽ ദൈവത്തിന്റെ കയ്യൊപ്പല്ല, സാക്ഷാൽ ദൈവം തന്നെ വന്നിട്ട് നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. എത്രയെത്ര റിസൾട്ടുകളാണ് കേട്ടത്. ഇനിയിപ്പുറം എന്താ പറയേണ്ടത് ഇതിനെക്കുറിച്ച്? കാരണം രാത്രി ഒത്തിരി വൈകി, 1.5 മണിക്കൂറൊക്കെയാണ് നീണ്ടുപോകുന്നത്. ഇത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്, 1.5 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു അധിക പ്രസംഗത്തിനില്ല. എന്തായാലും ഇത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന ആളുകൾ പലരും ഉപേക്ഷിക്കും. ഒരു മേഡം ഇപ്പം പറഞ്ഞിട്ടില്ലേ, 1.5 വർഷം പിറകെ നടന്നിട്ടും വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ ചില ആളുകൾ മനഃപൂർവ്വം വാങ്ങിക്കാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് വാങ്ങിക്കാത്ത ആളുകളുണ്ടാവും. കൂടുതൽ അറിവുള്ള, ഞാൻ വലിയ അറിവുള്ള ആളാണെന്ന് വിചാരിച്ച് വാങ്ങിക്കാത്ത ആളുകളുണ്ടാവും. പല ടൈപ്പ് ആളുകളുണ്ടാവും. ഇവരെയൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. മനസ്സിലായ? അറിവ് നടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇതെന്താണ് ഇതിന്റെ ലോജിക്ക്, എന്താണെന്ന് സയൻസ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേരും കൂടി വിളിക്കുകയാണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അതിന്റെ നിയമപരമായ കാര്യങ്ങളാണ്, ഇതിന്റെ സർട്ടിഫിക്കേഷൻ എന്താണ്. കഴിഞ്ഞ ദിവസം വിളിച്ചു, നമ്മുടെ സാഗർ ജോഷി സാറിന്റെ പിന്നെ PhD സർട്ടിഫിക്കറ്റ് ഒന്ന് വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു അസുഖം വന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് വെരിഫൈ ചെയ്തിട്ടാണോ ഇന്ന് ചികിത്സിച്ചോ എന്ന് പറയാം? ആണോ? അല്ലല്ലോ അല്ലേ? അവിടെ ചെന്ന് ഒരു ഡോക്ടർ വന്ന് പരിശോധന അവിടെ കിടന്നു കൊടുക്കും. നമ്മൾ അവർ പരിശോധിക്കും, അവർ ടെസ്റ്റിന് എഴുതും, അത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. ആ റിസൾട്ട് ആ ഡോക്ടറെ കൊണ്ട് കാണിക്കും. മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടല്ലേ വീണ്ടും ടാബ്ലറ്റ് എഴുതും. ടാബ്ലറ്റ് എഴുതിയിട്ട് പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങാൻ പറയും. അല്ല, ഇതൊന്ന് നോക്കുക എന്ന് പറയും. അല്ലാണ്ട് ഇത് മാറുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയും. ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പറയും ഇന്ന് കുറവുണ്ട്, ഇന്ന് വീണ്ടും കൂടിയിട്ടുണ്ട് സാർ, ഒരു ഗുണമില്ല സാറേ, ഒന്നും കുറഞ്ഞില്ല സാറേ എന്ന് പറയുമ്പോൾ അടുത്ത ടെസ്റ്റിന് എഴുതും ഇല്ലേ? പിന്നെ സ്കാനിങ്ങിലേക്ക് പോകും, പിന്നെ MRIയിലേക്ക് പോകും. അങ്ങനെ പരമാവധി രോഗം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് നല്ലത് തന്നെയാണ്, നല്ല ട്രീറ്റ്മെന്റ് തന്നെ, ഒരു കുഴപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അലോപ്പതി ആവശ്യമാണ്, അത്യാവശ്യമാണ്, എമർജൻസി മെഡിസിൻ അലോപ്പതി. പക്ഷേ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കും പോലെ ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുന്നതിന് മുമ്പും ഒന്നും കഴിക്കരുത്. അത് നമ്മൾ അകറ്റാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതശൈലിയിലേക്ക് കൃത്യമായിട്ട് വന്നാൽ പഴയ ആളുകളെ പോലെ, പഴയ ആളുകൾക്ക് ഒരു രോഗം ഉണ്ടായിരുന്നില്ല അല്ലേ? രാമാട്ടം മരിച്ചു അല്ലെ, അബൂബക്കർ ഇക്ക മരിച്ചു എന്ന് പറയാം. നമ്മൾ രാവിലെ ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ചു പോയ ഇക്ക 11 മണിയാകുമ്പോൾ മരിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു അസുഖം ഉണ്ടായിരുന്നില്ല അല്ലെ? ഇന്ന് എന്താണ്, ഇന്ന് കിടന്ന് മരിക്കണമെങ്കിൽ 5 ലക്ഷം രൂപയെങ്കിലും മിനിമം ഡെപ്പോസിറ്റ് ഉണ്ടാക്കണം ബാങ്കിൽ. എന്നിട്ട് ആശുപത്രി കൊണ്ട് അവിടെ കിടക്കുമ്പോൾ നേരെ കൊണ്ടുപോകുന്ന എവിടത്തേക്കാണ്? ICUയിലേക്ക്. ICU എന്ന് വേറൊരു സാധനം കൂടി ഉണ്ട് ഇപ്പോൾ, അതിന്റെ പേര് വെന്റിലേറ്റർ എന്ന് പറയും അല്ലേ? അവിടെ കൊണ്ടുപോയി എന്താണ് ധനകാര്യസ്ഥിതിയൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് അവസാനം ആൾ തട്ടിപ്പോവാണ്. അപ്പോ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഇനി പ്രകൃതിയിലേക്ക് മടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഗൾഫിൽ നിന്ന് മടങ്ങിയൊന്നുമില്ലേ? ജീവിതം തകർന്നു പോയി, വണ്ടി ഓടിക്കാൻ പറ്റില്ല, നടുവേദന, അതിനേക്കാൾ വലിയ ജീവിതം ഇവിടെ പൊക്ക എൻ്റെ സാറേ. നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ 2 വർഷം കട്ടൊക്കെ നിന്നാൽ മതി, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന വലിയൊരു ഒരു കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ തിരിച്ചറിഞ്ഞ ആവേശത്തോടെ ഇത് ഏറ്റെടുക്കണം. ആളുകളിലേക്ക് പോകുമ്പോൾ നോ 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 എന്ന് പറയണം. ആളുകൾ നോ എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. എല്ലാവരും യെസ് എന്ന് കേട്ടാൽ വിജയിക്കൂല കേട്ടോ. കുറേ ആളുകൾ നോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ആവേശം ഉണ്ടാകുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇന്നിപ്പോ ശ്രീകുമാർ സാർ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് വലിയൊരു VVIPക്കാണ് പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത്. ആളെ പേര് ഇപ്പം ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പേരും ഫോട്ടോസും നമ്മുടെ ഗ്രൂപ്പുകളിൽ വരും. അദ്ദേഹത്തിന് ഇപ്പൊ ഡെമോ സാറ് കൊടുത്തപ്പോൾ തന്നെ കയ്യിന്റെ തരിപ്പും വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഇപ്പൊ തന്നെ പ്രീമിയം കൊടുത്തു കഴിഞ്ഞു, ഉപയോഗിക്കാൻ തുടങ്ങി. വിത്തിൻ 4 days അദ്ദേഹം വരും. അദ്ദേഹം വലിയൊരു ബിസിനസ് കൂടി ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ച് സംസാരിച്ച് ബിസിനസ് പ്ലാനും കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് കേരളത്തിലെ ബയോടെക് വരും ദിവസങ്ങളിൽ മാറാൻ വേണ്ടി പോവാ. ഒരു സംശയമുണ്ടോ? വലിയൊരു കൊടുങ്കാറ്റായിട്ട് മാറും. അത്രയും ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ വണ്ടൂർ MLA ഇല്ലേ, അനിൽകുമാർ സാർ അല്ലേ,
നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് വാങ്ങിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വിഷ്ണുവും വിപിനും ഒക്കെ ചെന്നിട്ട്, തിരുവനന്തപുരത്തുള്ള വിഷ്ണുവും കൊട്ടാരക്കരയിലുള്ള വിഷ്ണുവും വിപിനും ഒക്കെ ചെന്നിട്ടാണ് പ്രൊഡക്റ്റ് കൊടുത്ത്. ആ പിക്കുകളെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ VVIPs മുതൽ സാധാരണക്കാരൻ മുതൽ കുടിൽ തൊട്ട് കൊട്ടാരം വരെ നമുക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഈ ബയോട്വൽത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട നമുക്ക്, അല്ലെ? എക്സ്റ്റേണൽ യൂസിലൂടെ, അതാണ് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇന്റേണൽ ആയിട്ടുള്ള 80ഓളം ഓർഗൻസിനെ എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. അകത്തൊന്നും കഴിക്കാതെ കയ്യിൽ ഇങ്ങനെ കെട്ടുക, അല്ലെ? വെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക, ഇത്രേ ഉള്ളൂ. ഒന്നും ചെയ്യേണ്ട, നമ്മളൊന്നും മറന്നു പോകില്ല, അല്ലെ? വെള്ളം ദാഹിക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മറക്കുമോ? വെള്ളം കുടിച്ചോളൂ, അല്ലെ? കയ്യിലൊരു വാച്ച് കിട്ടുമ്പോൾ ഇത് കെട്ടിയ ഇതൊരു ശീലമായാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ ഓടി തിരിച്ചു വരും വീണ്ടും, അല്ലേ? എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മറന്നുപോയ ഓടി വന്നിട്ട് വീണ്ടും ഇത് എടുത്തിട്ട് കൊണ്ടുപോകും നമ്മൾ. ഇതില്ലാതെ നമുക്കൊരു നിമിഷമില്ല എന്നുള്ളതാണ്, അല്ലെ? ബാത്റൂമിൽ പോകുന്ന സമയത്തോ കുളിക്കാൻ പോകുന്ന സമയത്തോ അല്ലാതെ ഇത് കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റില്ല. ഞാൻ മാറ്റാറില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വലിയ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെ ഒരു ചെറിയ രോഗത്തിന്റെ മഹാരോഗത്തിലേക്കുള്ള ആദ്യത്തെ കവാടമാണ്, അല്ലെ? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വലിയൊരു കവാടമാണ്. അത് വലിയ മഹാരോഗത്തിലേക്ക് പോകും. ആ കവാടത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചു. അതിനൊക്കെ നിരവധി റിസൾട്ടുകൾ കൊടുത്ത ആളുകൾക്ക് കിട്ടിയിട്ട്, അലർജി സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതേപോലെ തന്നെ ശ്വാസം മുട്ടൽ, ഇൻഹീലർ വലിക്കുന്ന എത്രയോ ആളുകൾ വർഷങ്ങളായിട്ട്, 10 വർഷമായിട്ട് ഇൻഹീലർ വലിക്കുന്ന ആളുകൾ ഇൻഹീലർ എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്, ഇല്ലേ? എല്ലാവർക്കും അറിയാം. അതുപോലെ അലർജി, ഫുഡ് അലർജി, ബീഫ് അലർജി. എൻ്റെ ഒരു സുഹൃത്ത് ജെയിംസ് സാറ്, കേൾക്കുന്നുണ്ടോ അറിയില്ല, ഫുഡ് അലർജി. കേരളത്തിന്റെ മുഖ്യ ആഹാരമാണ് എന്താണ്? പൊറോട്ട, ബീഫ്, അല്ലെ? ആസ്ഥാന കവി എന്നൊക്കെ പറഞ്ഞ പോലെ കേരളത്തിന്റെ ആസ്ഥാന ആഹാരമാണ് പൊറോട്ടയും ബീഫും, അല്ലെങ്കിൽ കപ്പയും ബീഫും, അല്ലെ? അത് എല്ലാവരും വായിന്നും കൊതി വരും, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റായിരുന്നു 25 വർഷം. അദ്ദേഹത്തിന്റെ വൈഫിന്റെ അച്ഛനും ഡോക്ടറാ, പല മരുന്നുകൾ കൊടുത്തു. ഇത് കൊണ്ടുപോയി കുടിക്കൂ ജെയിംസേ, ഇത് ഉപയോഗിച്ച് നോക്കൂ, എനിക്കും റെഡിയാവുന്നു. എന്നെ എവിടെ റെഡിയാവാൻ? ഒന്നും റെഡിയായില്ല. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ അത്ഭുതകരം എന്ന് പറയട്ടെ, 25 വർഷം ബീഫ് തൊടാൻ പാടില്ല, ചൊറിച്ചിൽ വരും, കംപ്ലീറ്റ് മാറി. ഞങ്ങളൊരു യാത്രയിൽ കട്ട്ലേറ്റ് വാങ്ങിക്കൊടുത്ത, ബീഫ് കട്ട്ലേറ്റ് അറിയാതെ കഴിച്ചപ്പോഴാണ് ബീഫാണെന്ന് മനസ്സിലായത്. ഒന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പലപ്പോഴും ഒന്ന് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ ചൊറിച്ച് തുളുത്ത് ആകപ്പാട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കണം, ഒന്നുമില്ല. ഇത് ശരിയാണോ? ഇതിൽ ബീഫ് കട്ട്ലേറ്റിൽ ബീഫ് ഉണ്ടായില്ല എന്ന് പരിശോധിക്കാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ ചെന്ന് 2 പൊറോട്ടയും ഒരു ബീഫും പഠിച്ച് കഴിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല, ചൊറിയുന്നില്ല, തുടുക്കുന്നില്ല. അപ്പൊ മനസ്സിലായി, കൊള്ളാം, സാധനം കൊള്ളാം, അല്ലേ? നേരെ മാർക്കറ്റിൽ ചെന്നു, 2 കിലോ ബീഫും 5 കിലോ കപ്പയും വാങ്ങി വീട്ടിൽ ചെന്നു. മനസ്സിലായ? ഉണ്ടാക്കി കഴിച്ചു. എന്ത് സന്തോഷം ആ കുടുംബത്തില്. ആലോചിച്ച് നോക്കണം എന്തൊക്കെ റിസൾട്ടുകളാണ് വരുന്നത്. അപസ്മാരം, തലയുറ്റി വീഴുന്ന അപസ്മാരത്തിന്, പൈൽസിന്, വെരിക്കോസിന്, മുട്ടുവേദനക്ക്, മൈഗ്രെയിന്റെ റിസൾട്ട് ഒരു മേഡം പറയുന്ന കേട്ടില്ലേ? ഇല്ലേ? അവര് വന്നപ്പോ, നമ്മൾ ചെന്നപ്പോ അത് മൈൻഡ് ഉണ്ടായിട്ടോ, എനിക്കൊന്നും വേണ്ട, ഇത് നടക്കൂല എന്നുള്ള മനോഭാവത്തിലാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. തലയിലൊന്ന് കെട്ടിക്കൊടുക്കാന്ന് വെച്ചാൽ കെട്ടിക്കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കൊണ്ട് റിസൾട്ട് കണ്ടില്ലേ? സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നിട്ട് ഇത് അവർ കൈകൊണ്ട് ഇങ്ങനെ തടവുമ്പോൾ നമ്മളെ രോഗം മാറുന്നത് പോലുള്ള മിറാക്കിൾ റിസൾട്ട്. എല്ലാത്തിനും ഇങ്ങനെ പടപട റിസൾട്ട് കിട്ടില്ല കേട്ടോ. ക്ഷമയുണ്ടാകണം. ചില ബോഡിയിൽ കുറച്ച് സമയമെടുക്കും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും. ഇന്ന് വെച്ച് നാളത്തേക്ക് റിസൾട്ട് കിട്ടില്ല. ചില ആളുകൾക്ക് ഷുഗറിനൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആളുണ്ട്, കിട്ടാത്ത ആളുകളുണ്ട്. റെഗുലറായിട്ട് യൂസ് ചെയ്യണം. കാരണം എത്രയോ വർഷമായിട്ട് ഷുഗറൊക്കെ 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും മാറില്ല. അതിന് സമയമെടുക്കും. 6 മാസമെങ്കിലും മിനിമം ഉപയോഗിക്കണം. 100 ദിവസമാണ് RBCന്റെ കൗണ്ടിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 6 മാസമൊക്കെ നമ്മൾ ക്ഷമയോടെ ചെയ്യാൻ പറയണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. വെള്ളം ഡീടോക്സിഫിക്കേഷൻ എന്ന പ്രോസസ്സ് ബോഡിയിൽ നടക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. ഈ അകത്ത് കിടക്കുന്ന വേസ്റ്റിനെ പുറത്തേക്ക് തള്ളണ്ടേ? അപ്പോൾ എനിക്ക് ലൂസ് മോഷൻ വന്നതുകൊണ്ട് ഞാൻ നാളെ ഇത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. എനിക്ക് കാലിനൊക്കെ ഇപ്പൊ ഭയങ്കര വേദന ഇത് മേടിച്ചേ, പിന്നെ ഇത് കൊണ്ടുപോയിക്കോ, എന്റെ കാശിങ് മടക്കിക്കൊണ്ട് തന്നേന്ന് പറയും ചില ആൾക്കാർ വിളിച്ചിട്ട്, അല്ലെ? അപ്പം പറയണം നീ രക്ഷപ്പെട്ടു, അല്ലേ? നിനക്ക് ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു വന്ന് ചിരിക്കുമ്പോൾ അവന് ദേഷ്യം വരും. എന്റെ കാശ് മേടിച്ചെടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയാണ്, അല്ലേ? ശരീരം വേദനിക്കും. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക് പമ്പ് ചെയ്ത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് വേദന വരും. ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നതിനാണ്. ഇത് ചില ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. ചില ആൾക്ക് ഷുഗർ കൂടി എന്ന് പറയും, മനസ്സിലായ? ചിലപ്പോൾ അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനം വരും. അപ്പോഴൊന്നും വറീഡാവേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്. ഗർഭിണികൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പേസ് മേക്കർ വെച്ച ആളുകൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, അത് വെച്ച ആളുകൾ ഉപയോഗിക്കരുത്. ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പൊ ഈ രീതിയിൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്താൽ അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട്, അല്ലെ, യൂസ് ചെയ്ത് ഇതിനെ സ്നേഹിച്ച് കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല.
അത് നിങ്ങൾ തനിയെത്തിക്കും. നിങ്ങൾ അതിനു വേണ്ടി ഒന്നും മെനക്കേണ്ട. നിങ്ങൾ ഈ റിസൾട്ടും കാര്യങ്ങളും ആളുകളോട് പറഞ്ഞ് ഡെമോ കാണിച്ചു കൊടുക്കാൻ മറക്കരുത്. ഡെമോ ആണ് നമ്മളെ സെയിൽസ് ക്ലോസിക്കിലേക്ക് എത്തിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് എങ്ങനെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുള്ള ഡെമോ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. വേറെ ഏതെങ്കിലും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഡെമോ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ 6 മാസം ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ടല്ലേ റിസൾട്ട് കിട്ടുള്ളൂ. ഇത് വിത്തിൻ സെക്കൻഡ്സ് ബോഡിയിൽ എഫക്റ്റീവായ രീതിയിലുള്ള ഡെമോ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് നമ്മുടെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ആളുകളെ ഇത് ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ VVIPs ഒക്കെ ഇത് ഉപയോഗിക്കുന്ന ഫോട്ടോസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും അങ്ങനെയുള്ള ഒരു ഫോട്ടോ, ഒരു പിക്ചർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ബയോട്ടോറിയം കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. ആരെടുത്താലും നമുക്ക് സംസാരിക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുക, പ്രചരിപ്പിക്കുക. 100 റിസൾട്ടുകൾ, എന്തെല്ലാം റിസൾട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? അതുകൊണ്ട് ഈ റിസൾട്ട് പറഞ്ഞ ഓരോരുത്തർക്കും നല്ലൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങൾക്ക് കവിഞ്ഞ് അനുഗ്രഹിച്ച ഈ അനുഗ്രഹത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. കല്ലേറുകൾ ഉണ്ടാവും, കളിയാക്കലുകൾ ഉണ്ടാവും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, മനസ്സിലായ? അതിനെയൊന്നും നമ്മൾ പൂസാതെ നമുക്ക് ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യമായി മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ മതി. നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് എല്ലാ സമൃദ്ധിയും സമ്പത്തും ആരോഗ്യവും ഐശ്വര്യവും ഈശ്വരൻ നിങ്ങളിലേക്ക് എത്തിക്കും. ഒരു സംശയം വേണ്ട. അത്രയും നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കോഴിക്കോട് പ്രോഗ്രാമാണ്. എല്ലാ പ്രോഗ്രാം സെന്ററുകളും കവിഞ്ഞ് നിറയാൻ തുടങ്ങിയ ആളുകൾ, മനസ്സിലായ? സെക്കൻഡ് ലെവൽ ബ്ലാസ്റ്റിംഗ് കേരളത്തിൽ ആരംഭിച്ച് യഥാർത്ഥ ബയോട്ടോറിയം ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ പുതിയ പ്രൊഡക്റ്റുകളും പുതിയ പുതിയ പ്ലാനുകളും നല്ല മനുഷ്യരും ഒക്കെ ചേർന്ന് വന്നപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നാളെ കോഴിക്കോട് പ്രോഗ്രാമാണ്. ആ ഭാഗത്തുള്ള എല്ലാ ലീഡേഴ്സും പരമാവധി പുതിയ ഗസ്റ്റുകളുമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങൾ നിർബന്ധിച്ചിട്ടാണല്ലോ വന്നതല്ലേ, അതുപോലെ അവരെ ഒന്ന് നിർബന്ധിച്ചില്ലെങ്കിലും നാളെ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിക്കണം. ഞാൻ നാളെ അവിടുത്തെ പ്രോഗ്രാമിൽ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും പ്രോഗ്രാം സെന്റർ നന്നായിട്ട് ഉപയോഗിക്കുക, റിസൾട്ടുകൾ നന്നായി ഷെയർ ചെയ്യുക. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത, ഇത്രയും രാത്രിയും ഈ പ്രോഗ്രാമിൽ തുടർച്ചയായിട്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് 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 ബയോട്ടോറിയം. താങ്ക് യു. ഗുഡ് നൈറ്റ്.